മെഡിസിനും എഞ്ചിനീയറിങ്ങും അല്ലാതെ പോകാൻ പറ്റുന്ന നല്ല കോഴ്സുകളൊക്കെ എന്താണ്? പല കുട്ടികളും ചോദിക്കുന്നൊരു ചോദ്യമാണ്. എന്നാൽ പ്ലസ് ടുവിൻ്റെ ഏത് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചവർക്കും പോകാൻ പറ്റുന്ന ചില കോഴ്സുകളെക്കുറിച്ചും അതെങ്ങനെ അത് സെലക്ട് ചെയ്യണം, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്ന കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് അതൊരു തൊഴിലിലേക്ക് ഒന്ന് ട്രാൻസ്ഫോം ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോ സംസാരിക്കുന്നത്. പ്ലസ് ടുവിൽ ഏത് കോഴ്സ് കഴിഞ്ഞവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് LLB. നിങ്ങൾക്കറിയാം, നിയമത്തിലുള്ള ബിരുദമാണ്. ഇപ്പോൾ അതൊരു 5 ഇയർ പ്രോഗ്രാമായിട്ടാണ് പഠിക്കുന്നത്. ഡ്യുവൽ ഡിഗ്രിയാണ്. നിങ്ങൾക്കത് BSc LLB ഉണ്ട്, BCom LLB ഉണ്ട്, BBA LLB ഉണ്ട്, BA LLB ഉണ്ട്. ഇങ്ങനെ പല കോമ്പിനേഷൻസ് ഉണ്ട്. അത് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള താല്പര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇതിലേത് കോഴ്സ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. സ്റ്റേറ്റിനകത്ത് ഉള്ള കോളേജുകളുണ്ട്, അതിന് പ്രത്യേക എൻട്രൻസ് എക്സാമിനേഷനാണ്. പിന്നെ നാഷണൽ ലെവലിൽ നമുക്ക് നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളുണ്ട്. ക്ലാറ്റ് എന്ന് പറയുന്നൊരു പരീക്ഷയാണ് അതിനുള്ളത്. അല്ലാതെ തന്നെ വേറെ ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനൊക്കെ പ്രത്യേകമായ ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ LLB പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് നല്ല അവസരങ്ങളുണ്ട്. കാരണം ഇതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രാജുവേഷൻ പ്രോഗ്രാമാണ്. പ്രത്യേകിച്ച് നിയമം അറിയുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു കോൺഫിഡൻസ് കൂടുതലായിരിക്കും. നിയമം അറിയുന്ന ആൾക്കാർക്ക് ഉള്ള തൊഴിലവസരങ്ങൾ, പ്രത്യേകിച്ച് കോടതിയിൽ നിങ്ങൾക്ക് ആർബിട്രേഷന് വേണ്ടി കോടതിയിലൊക്കെ പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ജുഡീഷ്യറിയിലൊക്കെ നിങ്ങൾക്ക് ഉദ്യോഗസ്ഥരാകാനുള്ള അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ ഓർഗനൈസേഷൻസ് അങ്ങനെയൊക്കെയുള്ളിടത്ത് പോയി പ്രവർത്തിക്കാം, പൊളിറ്റിക്സിൽ പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ, കോർപ്പറേറ്റുകളിൽ, ബാങ്കിൽ, ഇൻഷുറൻസ് മേഖലയിൽ ഒക്കെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ. അപ്പം ഇത് നമുക്ക് വളരെ വൈഡായിട്ടുള്ള ഒരു റേഞ്ചാണ് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസിൽ LLB തരുന്നത്. എന്നാൽ LLB പഠിച്ച ഒരുപാട് കുട്ടികൾ പിന്നെ ഇനി എന്താണെന്നറിയാൻ വയ്യാതെ വളരെ കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുന്നതും കണ്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്നാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു LLB പ്രോഗ്രാമിനൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രോപ്പർ ഗൈഡൻസ് ഒക്കെ എടുത്ത് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടൊന്ന് റിസർച്ച് ചെയ്യണം. നമ്മൾ എന്തുകൊണ്ടാണ് ഈ LLB എടുക്കുന്നത്, എന്ത് ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ LLBക്ക് പോകുന്നത്, അല്ലെങ്കിൽ എന്ത് ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാനിത് പോകുന്നത്, ഇതിനൊക്കെ കുറേ ആൻസറുകൾ ആദ്യമേ എടുത്തുകൊണ്ട് വേണം ഇതിനെ ഇറങ്ങിത്തിരിക്കാൻ. അല്ലാതെ ഒരു 5 കൊല്ലം പഠിച്ചു കഴിഞ്ഞിട്ടല്ല ഞാൻ ആരാവണമെന്ന് ചിന്തിക്കുന്നത്. അതാണ് നമ്മുടെ കുട്ടികളിലുള്ള ഏറ്റവും വലിയൊരു കുഴപ്പം. പേരൻസിനും ഈ കാര്യത്തിൽ വലിയൊരു തെറ്റ് പറ്റാറുണ്ട്. അവരുടെ വിചാരം ഒരു കോഴ്സിന് അഡ്മിഷൻ വാങ്ങിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം എന്നാണ്. അല്ല, നമ്മൾ ഒരു LLBക്കൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ എന്തിനാണ് ഞാൻ ഈ LLB പഠിക്കാൻ പോകുന്നത് എന്ന് ക്ലിയറായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ സാധ്യതകളെ വർദ്ധിപ്പിക്കേണ്ടത്. ഇപ്പം പത്രം വായിക്കുന്ന, സാമൂഹിക രംഗത്തൊക്കെ നല്ല റിഫ്ലക്ഷൻസ് ഉള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു സോഷ്യൽ ഇൻ്റലിജൻസ് ഉള്ളൊരു കുട്ടിക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഡിഫറെൻ്റാണ്. വളരെ ഇൻ്റലക്ച്വലായിട്ടുള്ളൊരു കുട്ടി പിന്നെ LLB പഠിച്ചാൽ ആ കുട്ടിക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഡിഫറെൻ്റാണ്. ഇപ്പം കണക്കിനൊക്കെ മിടുക്കരായ കുട്ടികളത് പഠിക്കുന്നത്, സയൻസിൽ മിടുക്കരായിട്ടുള്ളവർ പഠിക്കുന്നതും കൊമേഴ്സിൽ മിടുക്കരായിട്ടുള്ളവർ പഠിക്കുന്നതും ഒക്കെ വ്യത്യസ്തമാണ്. നല്ല വായനയും എഴുത്തും ഇഷ്ടമുള്ള ഒരാൾ LLB പഠിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന സാധ്യതകൾ വ്യത്യസ്തമായിരിക്കും. വളരെ ബിസിനസ് ലൈക്ക് പേഴ്സണാലിറ്റിയുള്ള, നല്ല മാർക്കറ്റിംഗ് സ്കില്ലും നല്ല നെഗോഷിയേഷൻ സ്കില്ലും നല്ല പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലും ഒക്കെ ഉള്ളവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എന്താണ് എൻ്റെ കയ്യിലുള്ളത്, ഞാൻ അതിൽ ഈ LLBയിൽ പോയി അതിൽ നിന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫ്യൂച്ചർ, ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ഈ 5 കൊല്ലവും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കാനാണ് ശ്രമിക്കേണ്ടത്. ഓരോ വർഷം കഴിയും തോറും നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കണം. മാത്രമല്ല, ഈ LLB പഠിക്കുന്ന കാലത്ത് നമുക്ക് ഒരുപാട് ഇൻറ്റേൺഷിപ്പിനും ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പ്രോജക്റ്റിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഏത് ലക്ഷ്യത്തിലേക്കാണോ നേരത്തെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയാവുന്നൊരു കുട്ടി അതിന് ലോജിസ്റ്റിക്സ് മേഖലയിൽ ദുബായിൽ പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലോ റിലേറ്റഡ് ടു ലോജിസ്റ്റിക്സ്, അതാണ് ആ കുട്ടി അതിലൊക്കെ സർട്ടിഫിക്കേഷൻസ് എടുക്കുകയും അവസാനം UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലോജിസ്റ്റിക് സർട്ടിഫിക്കേഷൻ ഈ അതിൻ്റെ ലോയുമായി ബന്ധപ്പെട്ട് എടുക്കുക. ആ കുട്ടി വളരെ കൃത്യമായി ഒരു ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് കമ്പനിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യം എന്താണ്, നമുക്ക് ഒരു ജുഡീഷ്യറിയിലൊരു ഓഫീസർ ആവണമെങ്കിൽ ആ രീതിയിലായിരിക്കണം നമ്മൾ പഠിക്കുന്നതും പ്രിപ്പയർ ചെയ്യുന്നതും. അതിനുവേണ്ട ലീഡർഷിപ്പ് ക്വാളിറ്റീസൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് തക്കവണ്ണമുള്ളൊരു പേഴ്സണാലിറ്റി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. അപ്പം
LLB പഠിക്കാൻ ചുമ്മാതെ ഇറങ്ങിപ്പോയാൽ LLBക്ക് സാധ്യതയുണ്ടോ, സ്കോപ്പ് ഉണ്ടോ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. ഒന്നിനും ഇന്നത്തെ കാലത്ത് ഒരു പ്രത്യേകമായ സ്കോപ്പും ഇല്ല. നമ്മളാണ് ഇതിനൊക്കെ സ്കോപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ വളരെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഓരോ ഫീൽഡിലേക്കൊക്കെ പോയാൽ നമുക്ക് അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. രണ്ടാമത് എല്ലാവർക്കും പോകാവുന്നൊരു ഫീൽഡാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ്. നമുക്കറിയുന്ന ഈ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കും. ടൂറിസവും കൂടെ ചേർത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഹോസ്പിറ്റാലിറ്റി, ഹോട്ടൽ, ടൂറിസം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എംപ്ലോയറാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നൊരു മേഖലയാണ്. അതിൽ വിവിധ തരത്തിലുള്ള ജോലികളിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് ഇതൊരു നല്ല എൻട്രി ലെവൽ കോഴ്സാണ്. ഒരു 4 ഇയർ കോഴ്സൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതൊരു ഇൻ്റർനാഷണലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു അല്ലെ അഫിലിയേറ്റഡ് നല്ല റെക്കഗ്നീഷനും അഫിലിയേഷനും ഒക്കെ ഉള്ള നല്ല കോഴ്സുകളാണ്, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൽ നിന്ന് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാം. പക്ഷേ ആരാണ് ഇതിന് പോകേണ്ടത്? ഒരു ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ ഹോട്ടൽ ഫീൽഡിലേക്കൊക്കെ പോകുന്നു. ഒന്ന് നമുക്ക് ഫുഡ് പ്രൊഡക്ഷൻ, കുക്കിംഗ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും പോകാം. അതാണ് ഒരു പ്രൊഡക്ഷൻ ഏരിയ എന്ന് പറയുന്നത്. വേറൊന്ന് അതിൻ്റെ മാർക്കറ്റിങ് അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ, അല്ലെങ്കിൽ ഇപ്പം എയർലൈനിലൊക്കെ ജോലി ചെയ്യുക, അല്ലെങ്കിൽ വലിയ വലിയ കോർപ്പറേറ്റുകളിൽ തന്നെ ഹൗസ് കീപ്പിംഗ് അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. അവിടെയൊക്കെ കുറച്ചുകൂടെ ഔട്ട് ഗോയിങ് ആയിട്ടുള്ള, വളരെ മൊബൈലായിട്ടുള്ള, ആൾക്കാരുമായിട്ടൊക്കെ നന്നായിട്ട് ഇടപെടാൻ അറിയാവുന്ന, നല്ല സോഫിസ്റ്റിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇൻ്റർപേഴ്സണൽ സ്കില്ലൊക്കെ ഉള്ള ആൾക്കാർക്ക് അത്തരത്തിലുള്ള ജോലികളൊക്കെ ഉണ്ട്. ഇതൊന്നും അല്ലാതെ തന്നെ ഹോട്ടലിൽ തന്നെ സർവീസ്, F&B, ഇപ്പോൾ ട്രാവൽ ഡെസ്ക് ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഫീൽഡുകൾ ഹോട്ടലിനകത്ത് തന്നെയുണ്ട്. പിന്നെ നല്ല മാനേജ്മെൻറ്റ് സ്കില്ലൊക്കെ ഉള്ള കുട്ടികൾക്ക് ഹോട്ടലിൻ്റെ മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് ഏരിയയിലൊക്കെ ജോലി ചെയ്യാം, HR മേഖലയിലൊക്കെ ജോലി ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ ഇതൊന്നും അല്ലാതെ സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങാനും ഓൺട്രപ്രണർഷിപ്പൊക്കെ ആരംഭിച്ച് ഫുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡസ്ട്രിയിലൊക്കെ പോയി ജോലി ചെയ്യാനൊക്കെയുള്ള അവസരങ്ങളുണ്ട്. ഇതും ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എന്തുകൊണ്ട് ഈ കോഴ്സ് എടുക്കുന്നു എന്നുള്ളതിന് ഒരു ഉത്തരത്തോടു കൂടി പഠിക്കാൻ പോവുകയും ഈ 4 കൊല്ലം കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഫോറിൻ ലാംഗ്വേജൊക്കെ പഠിക്കാമെങ്കിൽ നമ്മുടെ സാധ്യതകൾ കൂടുന്നു. പിന്നെ നല്ല എറ്റിക്വേറ്റ്സും മാനേഴ്സും നല്ല പേഴ്സണാലിറ്റിയും ഒക്കെ വേണം. നല്ല ആരോഗ്യം വേണം. കാരണം ആദ്യകാലത്ത് ഹോട്ടൽ ഇൻഡസ്ട്രിയിലെ ജോലിയൊക്കെ ഇച്ചിരി ഫിസിക്കലി ടഫായിരിക്കും, ഇരിക്കാനൊന്നും പറ്റില്ല. എപ്പോഴും നമ്മളൊരു ഗസ്റ്റിനെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല നിന്നുകൊണ്ട് വളരെ എനർജറ്റിക്കായിട്ട്, സ്പിരിറ്റഡായിട്ട്, ഹാപ്പി ആയിട്ടൊക്കെ ജോലി ചെയ്യേണ്ട ഒരു ഫീൽഡാണ്. നന്നായിട്ട് ഡ്രസ്സ് ചെയ്യണം, നന്നായിട്ട് ഗ്രൂംഡായിട്ട് നടക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിർബന്ധങ്ങളുള്ളൊരു ഫീൽഡാണ്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നമ്മുടെ പേഴ്സണാലിറ്റിയെ ഓർഗനൈസ് ചെയ്യണം. ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഹിന്ദിയൊക്കെ അറിയാമെങ്കിൽ നമ്മുടെ സാധ്യതകൾ ഒത്തിരി കൂടും. വേറൊരു കോഴ്സാണ്, എല്ലാവർക്കും പോകാവുന്നൊരു കോഴ്സാണ് BBA എന്ന് പറയുന്നൊരു കോഴ്സ്. ബാച്ചിലർ ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകൾ. പ്രത്യേകിച്ച് നല്ല ഓർഗനൈസിങ് സ്കില്ലും പ്ലാനിങ് സ്കില്ലും ലീഡർഷിപ്പ് സ്കില്ലും ഒക്കെ ഉള്ള കുട്ടികളാണ് അതിൽ പോയാൽ ഏറ്റവും കൂടുതൽ മിടുക്കരാകുന്നത്. ഇനി അങ്ങനെ അത്രയും ക്വാളിറ്റീസൊന്നും നമുക്കില്ല. ഈ ഒരു കോഴ്സിൽ ചേർന്ന് നമുക്ക് ഈ ക്വാളിറ്റീസൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്ത് മിടുക്കരാകാനും സാധിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, സപ്ലിമെൻറ്റിങ്ങും കോംപ്ലിമെൻറ്റിങ്ങുമാണ്. ചില ഫീൽഡിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ അങ്ങനെ ആയി മാറും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഫീൽഡിലേക്ക് പോകാം. എങ്ങനെയായാലും BBA ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു കോഴ്സാണ്. ഇനിയുള്ള കാലത്ത് സർവീസ് ഇൻഡസ്ട്രി അല്ലെ സർവീസ് എന്ന് പറയുന്ന ഒരു മേഖല വളരെയധികം റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു മേഖലയായതുകൊണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് ഏത് മേഖലയിലും സേവനങ്ങൾക്ക് വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ BBA ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകൾ ഒത്തിരി കൂടുതലാണ്. പക്ഷേ BBA ഒക്കെ പഠിക്കുമ്പോൾ ഒരു സമൂഹത്തെ പറ്റിയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി, നല്ല പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് വേണം, അതുപോലെ തന്നെ സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് വേണം, നല്ല ഹ്യൂമൻ സ്കില്ല് വേണം, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റീസ് വേണം. അപ്പം കാര്യങ്ങളെയൊക്കെ അനലൈസ് ചെയ്യാനും പിന്നെ റീസൺ ചെയ്യാനും ഒക്കെയുള്ള കഴിവ് വേണം. ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളാണ് BBA ഒക്കെ എടുത്ത് അവർക്ക് BBA കഴിഞ്ഞാൽ തന്നെ ഡയറക്റ്റ് പ്ലേസ്മെൻ്റൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റുന്ന കുട്ടികളാണ്. അതുപോലെ BCA എന്ന് പറയുന്നൊരു കോഴ്സുണ്ട്. നിങ്ങൾ മാത്തമാറ്റിക്സ് ഒരു എലക്റ്റീവായിട്ട് +2 പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് ഗ്രൂപ്പായാലും കുഴപ്പമില്ല. മാത്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് BCAക്ക് പോകാം. BCA ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. BCA കഴിഞ്ഞാൽ MCA അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ നമുക്ക് തുടർന്ന് പഠിക്കാനും സാധിക്കും. പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ രംഗത്തൊക്കെ ധാരാളം സാധ്യതകൾ ഉള്ളതുകൊണ്ട്
BCA ആ രംഗത്തേക്ക് പോകാനുള്ള ഒരു എൻട്രി ലെവൽ കോഴ്സാണ്. ഡയറക്റ്റായിട്ട് ഒത്തിരി പ്ലേസ്മെൻറ്റൊക്കെ IT മേഖലയിലൊക്കെ കിട്ടുന്ന, പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ IT ഓർഗനൈസേഷൻസൊക്കെ BCA കുട്ടികളെ ഡയറക്റ്റായിട്ട് തന്നെ റിക്രൂട്ട് ചെയ്ത് വളരെ യങ്ങായിട്ട് തന്നെ അവരെ റിക്രൂട്ട് ചെയ്ത് അവരുടെ കമ്പനികളിലേക്കൊക്കെ എടുക്കാറുണ്ട്. നല്ല സ്റ്റാർട്ടിങ് സാലറി ഒക്കെ കിട്ടാൻ ചാൻസ് ഉള്ള കോഴ്സാണ്. നല്ല കോളേജിൽ പഠിക്കണമെന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ക്വാളിറ്റി ഓഫ് ദ ഫാക്കൽറ്റി, ക്വാളിറ്റി ഓഫ് ദ കോളേജ്, പ്രത്യേകിച്ച് ഫെസിലിറ്റി, പ്ലേസ്മെൻറ്റ് ചാൻസസ്, ഇതൊക്കെ കൂടുതലുള്ള കോളേജുകളിൽ നല്ല സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല അവസരങ്ങളുണ്ടാകും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ സ്കിൽഫുള്ളാകാൻ ശ്രമിക്കുക. ഈ കോഴ്സുകളൊക്കെ ഈ BCA പോലുള്ള കോഴ്സുകളൊക്കെ പഠിക്കുന്നത് ഇപ്പോൾ ഒരു 4 ഇയർ കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആവശ്യമായ മറ്റ് ആഡ് ഓൺ കോഴ്സുകളൊക്കെ പഠിക്കാൻ പറ്റും. ഇപ്പോൾ BCA പഠിക്കുന്നതിൻ്റെ കൂടെ പൈത്തൺ ഒക്കെ പഠിക്കുക, അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് എക്സലൊക്കെ പഠിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അഡീഷണലായിട്ട് പഠിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ലീഡർഷിപ്പ് പ്രോഗ്രാമുകളൊക്കെ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മളുടെ ജോലി സാധ്യതകളെ കുറച്ചുകൂടെ ഷാർപ്പാക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. വേറൊന്ന്, എല്ലാ മേഖലയിലുള്ളവർക്കും പോകാൻ പറ്റുന്ന ഒരു കോഴ്സാണ് സൈക്കോളജി. പ്രത്യേകിച്ച് മനുഷ്യൻ്റെ മാനസികാരോഗ്യമൊക്കെ കുറഞ്ഞു വരുന്നൊരു കാലത്ത് സൈക്കോളജിക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ എല്ലാവരും സൈക്കോളജിക്ക് പോയാൽ വിജയിക്കണമെന്നില്ല. സൈക്കോളജിക്ക് പോകുന്ന ആൾക്കാരുടെ മെൻ്റൽ ഹെൽത്തെങ്കിലും ഓക്കെ ആയിരിക്കണം. കാരണം നമ്മളൊരു നല്ല മെൻ്റൽ ഹെൽത്തുള്ള, നല്ല ഹാപ്പി ആയിട്ടുള്ള, നല്ല എനർജിയും സ്പിരിറ്റും ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ സൈക്കോളജി മേഖലയിലൊക്കെ പോയിട്ട് നമുക്ക് പഠിച്ച് ഏതെങ്കിലുമൊക്കെ സാധ്യതകളിലേക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റും. പ്രത്യേകിച്ച് സൈക്കോളജിയുടെ ബേസിക് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് മേഖലയിൽ പ്രവർത്തിക്കുക, MSW പോലുള്ള കോഴ്സുകളൊക്കെ തുടർന്ന് വേണമെങ്കിൽ പഠിക്കാം. അല്ലെങ്കിൽ സൈക്കോളജി തന്നെ സ്പെഷ്യലൈസ് ചെയ്യാം. കൗൺസിലിംഗ് സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി, ഇൻഡസ്ട്രിയൽ സൈക്കോളജി, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മേഖലകൾ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാംഗ്ലൂരിലെ നിൻഹാംസ് പോലൊക്കെയുള്ള വലിയ അഡ്വാൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പോയി തുടർന്ന് പഠിക്കാൻ പറ്റും. മെൻ്റൽ ഹെൽത്ത് രംഗത്തൊക്കെ നല്ലൊരു പ്രൊഫഷണലൊക്കെ ആകാൻ ഉള്ള പൊട്ടൻഷ്യലുണ്ട്. അപ്പം അങ്ങനെ ഉള്ള ഇന്ത്യയിലൊക്കെ വളരെ പ്രസിദ്ധമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി നിങ്ങൾക്ക് പഠിക്കാം. അല്ലാതെ വലിയ വലിയ യൂണിവേഴ്സിറ്റികളൊക്കെ ഈ രംഗത്ത് ധാരാളം കോഴ്സുകളൊക്കെ കൊടുക്കുന്നത്. നിങ്ങൾക്കൊരു ഡോക്ടറേറ്റ് വരെ എടുത്ത് കുറച്ച് തുടർന്ന് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളായിരിക്കണം സൈക്കോളജിയിലേക്ക് പോകുന്നത്. പിന്നെ ചെന്നാൽ ഉടനെ പെട്ടെന്നൊരു പ്ലം ജോബൊന്നും കിട്ടിയെന്നൊന്നും പലപ്പോഴും വരില്ല. ഇതിൽ ഒരു എക്സ്പീരിയൻസും എക്സ്പേർട്ടൈസും ഒക്കെ അനുസരിച്ചാണ് നിങ്ങളുടെ സാധ്യതകൾ. സൈക്കോളജി പഠിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ വരുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ കഴിയണമെന്നില്ല. അപ്പോൾ അതിന് ഒരുപാട് എക്സ്പീരിയൻസും എക്സ്പേർട്ടൈസും ഒക്കെ വേണം. അതിനുവേണ്ടിയൊക്കെ ക്ഷമയോടെ കാത്തിരിക്കാനല്ല. അങ്ങോട്ട് ചെല്ലുന്നുണ്ടെങ്കിൽ വലിയ ജോബുകളൊന്നും കിട്ടണമെന്നില്ല. ജോബ് കിട്ടാനുള്ള ആ ഏരിയയിൽ, പെട്ടെന്ന് ജോബ് കിട്ടാനുള്ള ആ ഏരിയയിൽ ഒരു ഹയർ സ്റ്റഡിയാണ് MSW, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്. ധാരാളം സോഷ്യൽ വർക്ക് ആൾക്കാരെയൊക്കെ ഒരുപാട് ആവശ്യമുണ്ട് ലോകത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ റിസർച്ച് ക്വാളിറ്റിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ സൈക്കോളജി റിസർച്ചുമായിട്ടൊക്കെ ബ്ലെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഒത്തിരി വലിയ വലിയ NGOകളിലൊക്കെ പോയി വർക്ക് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ കോഴ്സുകളൊക്കെ ഏത് +2കാർക്കും പോകാൻ പറ്റിയ കോഴ്സുകളാണ്. ജോലി സാധ്യതകളുള്ള കോഴ്സുകളാണ്. നമ്മൾ ഈ പറയുന്ന പോലെ മെഡിക്കൽ, എൻജിനീയറിങ് ഈ രംഗത്ത് നിന്നൊക്കെ മാറി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യത്യസ്തമായ മേഖലകളിലൊക്കെ പോകാൻ കുറച്ചുകൂടെ ഹാപ്പി ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടെ ആക്ടിവിറ്റിയൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള മേഖലകളിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ കുറച്ച് കോഴ്സുകളാണ്. കുറച്ച് റിസ്ക്കൊക്കെ ഉണ്ട് ഇതിനകത്ത്, എങ്കിലും അതൊക്കെ വർത്ത് ടേക്കിംഗ്, നോ ഡൗട്ട്. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകളാണ്. ഇതിലെല്ലാം ഒരു കോമൺ ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ പേഴ്സണാലിറ്റി ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ഇപ്പോൾ LLB ആയാലും ഹോട്ടൽ മാനേജ്മെൻ്റ് ആയാലും സൈക്കോളജി ആയാലും നമ്മളുടെ പേഴ്സണാലിറ്റി അനുസരിച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ സാധ്യതകൾ. പലരും ചോദിക്കാറുണ്ട് ഇതൊക്കെ പഠിച്ചാൽ ജോലി കിട്ടുമോ? ജോലിയൊക്കെ കിട്ടുന്നത് നമ്മളെങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത്. നമ്മൾ ഈ നോളജിനെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് എങ്ങനെയാണ് നമ്മൾ സ്മൂത്തായിട്ട് കൊണ്ട് ഇറക്കുന്നത്. അവിടെ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് പേഴ്സണായിട്ട് എനിക്ക് മാറാൻ സാധിക്കും. ഇതിനൊക്കെ അനുസരിച്ചാണ് നമ്മുടെ സാധ്യതകൾ വർദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം കോഴ്സുകൾക്കൊക്കെ പോകുന്ന ആൾക്കാർ ഒരു പ്രോപ്പർ ഗൈഡൻസ് ഒക്കെ എടുത്ത് നല്ലൊരു മെൻറ്ററിനെയൊക്കെ കണ്ടുപിടിച്ചൊക്കെ പോകാമെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ആ യാത്ര സ്മൂത്തായിരിക്കും. അത് ചെന്നെത്തുന്ന ഒരു നല്ല ക്വാളിറ്റി ഡെസ്റ്റിനേഷനിലായിരിക്കും. അപ്പോൾ ഇതിൽ ഇത്തരം കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി നല്ല ക്വാളിറ്റിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പഠിക്കുക. നല്ല ക്യാമ്പസിലൊക്കെ പഠിക്കുമ്പോൾ നല്ല കൂട്ടുകാർ ഉണ്ട്. കൂടെ വരുന്ന കുട്ടികൾ നന്നായിട്ട് പഠിക്കാനൊക്കെ താല്പര്യമുള്ളവരായിരിക്കും. പിന്നെ പഠിച്ചാൽ മാത്രം പോരാ, അവിടെ നല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്പോർട്സ്, ആർട്സ്, കൾച്ചറൽ ആക്ടിവിറ്റീസ്, ലീഡർഷിപ്പ് റോൾസ്, നല്ല അസൈൻമെൻറ്റ്സ്, പ്രോജക്റ്റുകൾ, ഇൻറ്റേൺഷിപ്പ്, പ്ലേസ്മെൻറ്റ്, ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളുള്ള
ക്യാമ്പസുകളിൽ പോയി പഠിക്കുക. അവിടെയൊക്കെ നല്ല ഫാക്കൽറ്റീസ് ഉണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഫാക്കൽറ്റീസ് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. പല സ്ഥാപനങ്ങളിലും ചെല്ലുമ്പോൾ ഫാക്കൽറ്റീസിൻ്റെയൊക്കെ നിലവാരം വളരെ പുവറാണ്. എങ്ങനെയാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് എനിക്കറിയില്ല. ഒരു ക്ലാസ് കൺട്രോൾ പോലും ഇല്ല. ഒരു 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 ഗ്രൂപ്പിനെ നയിക്കാൻ പോലുള്ള ലീഡർഷിപ്പ് ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിലവാരം കുറഞ്ഞ സ്ഥാപനങ്ങളിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്കൂടെ നിലവാരം കുറവാണെങ്കിൽ ഒരു ഡബിൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാകുക. ഇനി നിങ്ങൾക്ക് ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഫാക്കൽറ്റി കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല കരിയറൊക്കെ നേരുന്നു. സന്തോഷം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് +2ൻ്റെ റിസൾട്ടൊക്കെ ഇനി അങ്ങോട്ട് വരാൻ പോകുമ്പോൾ ഒരുപാട് പേർക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ ആവശ്യങ്ങൾ വരും. നിങ്ങളുടെ പരിചയത്തിലൊക്കെ +2 ഒക്കെ കഴിഞ്ഞിട്ടുള്ള +2ന് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ഇതൊരു വലിയ ഹെൽപ്പായിരിക്കും. എല്ലാവർക്കും സന്തോഷം നേരുന്നു. താങ്ക് യു സോ മച്ച്.